السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على النبي المصطفى وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ഇഅ്മാലുൽ മസ്തർ എന്ന ബാബാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഅലിൻ്റെ സ്ഥാനത്ത് മസ്തർ വരുമ്പോഴുണ്ടാകുന്ന രണ്ടു വിധങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിലെ രണ്ടാമത്തെ വിധമാണ് ഈ ബാബിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നും പറഞ്ഞു. ബെയ്ത്തിൻ്റെ അവസാനം നമ്മൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിരുന്നു. വലി ഇസ്മി മസ്തറിൻ അമൽ, മസ്തറിന് മാത്രമല്ല ഇസ്മു മസ്തറിനും കൂടി അമലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതാണ് പറയുന്നത്. എന്താണ് ഇസ്മു മസ്തർ? മസ്തറായിരുന്നു, പിന്നീട് ഇസ്മായി രൂപപ്പെട്ടു. ഇനി അതിൻ്റെ വിശദീകരണം ഈ ഭാഗത്ത് പറയുന്നു കൂടിയുണ്ട്. നമുക്കതിലേക്ക് കടക്കാം നേരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വ അശാറ ബിഖൗലിഹി വലി ഇസ്മി മസ്തറിൻ അമൽ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇലാ അന്ന ഇസ്മൽ മസ്തരി ഖദ് യഅമലു അമലൽ ഫിഅലി, ചിലപ്പോഴൊക്കെ ഫിഅലിൻ്റെ അമല് ഇസ്മു മസ്തറും ചെയ്യും. മസ്തർ മാത്രമല്ല ഇസ്മു മസ്തറും ചെയ്യും. എന്താണ് ഇസ്മു മസ്തർ? ചോദ്യമാണ്, ഉത്തരം പറഞ്ഞാൽ മാ സാവൽ മസ്തറ ഫി ദലാലത്തി അലാ മഅനാഹു, അർത്ഥത്തിൽ മസ്തറിനോട് യോജിച്ചത്. മസ്തറിൻ്റെ അതേപോലെയാണ്. മാ സാവൽ മസ്തറ ഫി ദലാലത്തി അലാ മഅനാഹു, അതേ അർത്ഥം തന്നെയാണുള്ളത്. പിന്നെ എന്താണ് വ്യത്യാസം? വഖാലഫഹു, ആ മസ്തറിനോട് വ്യത്യാസപ്പെടുന്നു. മിൻ ബഅദി മാ ഫി ഫിഅലിഹി, ആ ഫിഅലിലുള്ള എന്തൊക്കെയോ ഇതിൽ കുറവായിരിക്കും. ദൂന തഅ്വീലിൻ, ആ കുറവിനനുസരിച്ച് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ, ഒരു നഷ്ടപരിഹാരം അപ്പുറത്തുണ്ടോ? ഇല്ലേനും. എന്തെങ്കിലും ഓരോ ലഫ്സ് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടാവും, അതിന് പകരം വേറൊന്നും ഉണ്ടാവില്ല. വഖാലഫഹു ബിഖുലുവിഹി ലഫ്ലൻ വ തഖ്ദീറ, മാത്രമല്ല ലഫ്ലൻ തഖ്ദീറൻ നിലക്കും, ലഫ്ലൻ നിലക്കോ തഖ്ദീറൻ നിലക്കോ അതിന് പകരം ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടി നന്നാവും. അത്വാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാൽ അത്വാ ഒരു ഇസ്മു മസ്തറാണ്. അതിൻ്റെ ഫീല് അഴ്ത്തയാണ് അല്ലേ? അഴ്ത്തയുടെ ശരിക്കുള്ള മസ്തർ എഴുത്ത എന്നാണ് അല്ലേ? അഴ്ത്തയുടെ ശരിക്കുള്ള മസ്തർ എഴുത്ത. ഈ എഴുത്തയിലുള്ള ഹംസ് അത്തായിലുണ്ടോ? ഇല്ല. ഹംസ് ആദ്യത്തെ ലെറ്ററായ ഹംസ്, ഈ എഴുത്വാ ഇല്ല. അതിന് പകരം എന്തെങ്കിലും വന്നിക്കണോ? അതുമില്ല. എഴുത്ത എന്നുള്ളതിൽ ഹംസ്, ഐന്, താ, അലിഫ്, ഹംസാണുള്ളത്. പക്ഷെ ഇതിൽ ആദ്യത്തെ ഹംസ് ഇല്ല, മറിച്ച് ഐനുണ്ട്, താ ഉണ്ട്, അലിഫുണ്ട്, ഹംസ് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു കുറവ് വന്നതാണ്. ഫഇന്നഹു മുസാവിൻ ലി എഴുത്താഇൻ മാഅന, അർത്ഥത്തിൽ ഒരേപോലെയാണ്, എഴുത്താവും അത്താവും ഒരുപോലെ തന്നെയാണ്. പക്ഷെ വ മുഖാലിഫുൽ ലഹു, അതിനോട് വിരുദ്ധമാണ്. ബിഖുലുവിഹി മിനൽ ഹംസ, കാരണം അതിൽ അത്തായിൽ ഒരു ഹംസയില്ല. അൽ മൗജൂദത്തി ഫി ഫിഅലിഹി, ഈ എഴുത്താഇൻ്റെ ഫിഅലായ അഴുത്തയിലുള്ള ഹംസ അത്തായിലില്ല. മാത്രവുമല്ല വവ ഖാലി മിൻഹ, ഈ അഴത്തയിൽ നിന്ന് കാലിയായി കിടക്കുകയാണ്. ലഫ്ലൻ വ തഖ്ദീറ, നമുക്ക് ലഫ്ലൻ നിലക്കോ തഖ്ദീറൻ നിലക്കോ ഉണ്ടോ? അതിന് പകരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലേനും. വലം യുഅവ്വദ് അൻഹാ ഷൈഉൻ, പകരം ഒന്നും വന്നിട്ടില്ല, നമുക്ക് തഖ്ദീർ ചെയ്യാൻ പറ്റൂല, ലഫ്ലൻ നിലക്കും ഒരു നിലക്കും ഇല്ല. അങ്ങനെയുള്ളതാണ് ഇസ്മു മസ്തർ. ഉത്തരമായല്ലോ. എന്താണ് ഇസ്മു മസ്തർ എന്ന് എവിടുന്ന് ചോദിച്ചാലും കിട്ടണം. ഇതാണ് കേട്ടോ. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ഒരു മസ്തർ, യഥാർത്ഥ മസ്തർ, ആ മസ്തറിൻ്റെ ഫിഅലിലുള്ള ഏതോ ഒരു ലെറ്റർ, ഏതെങ്കിലുമൊക്കെ ലെറ്റർ ഇതിലുണ്ടാവില്ല. അതിൻ്റെ പേരിൽ മാത്രം ഇസ്മു മസ്തർ ആവില്ല, പകരം ഒന്നും വന്നിട്ടുമില്ല, ലഫ്ലൻ നിലക്കും തഖ്ദീറൻ നിലക്കും അത് ഖാലിയായിരിക്കുകയും ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങൾ ചേരുമ്പോഴാണ്. അപ്പോൾ ഇസ്മു മസ്തർ അല്ലാത്ത അത്തായിനൊക്കെ പോലെ തന്നെ, കണ്ട അത്താവ് പോലെ തന്നെ ആയിരിക്കും ഇസ്മു മസ്തർ അല്ലേനും. അത്താ ഇസ്മു മസ്തർ ആണല്ലോ. എന്നാൽ അത്തായിനെ പോലെ കണ്ടാൽ, ഉദാഹരണം കിത്താല്, അത്തായിൻ്റെ അതേമാതിരിയാണ് ഈ അത്താ കിത്താല് അല്ലേ? കാത്തല എന്നുള്ള ഫിഅലിൽ നിന്ന് ഒരുപാട് സാധനം, കാത്തലയിലുള്ള അലിഫ് കിത്താലിലില്ല, ഇല്ലല്ലോ. പക്ഷെ അത് ഇസ്മു മസ്തർ അല്ല. കാരണം എന്താണ്? അതാണ് ഇനി പറയുന്നത്. വഹ്തുരിസ ബിദാലിക, ഇങ്ങനെ ഇസ്മു മസ്തറിനെ തഅരീഫ് കൊടുത്തപ്പോൾ അതിൽ നിന്ന് പുറത്തു പോയി ആര്? ഒന്ന് ഹലാമിം ബാലിമാ ഫിഅലിഹി ലഫ്ലൻ, ലഫ്ലൻ നിലക്ക് ഫിഅലിൽ നിന്നുള്ള എന്തൊക്കെയോ ഇതിൽ ഈ മസ്തറിൽ ഇല്ല. പക്ഷെ വലം യദ്ഖുലു മിൻഹു തഖ്ദീറ, പക്ഷെ തഖ്ദീറ നിലക്ക് നമുക്ക് അത് ഖാലിയാവുന്നില്ല. മനസ്സിലായോ? ലഫ്ലൻ നിലക്ക് എന്തോ കൊഴിഞ്ഞു പോയിക്കണ്, ഫിഅലിലുള്ള എന്തോ ഈ മസ്തറിൽ കൊഴിഞ്ഞു പോയിക്കണ്, പക്ഷെ തഖ്ദീറ നിലക്കുന്ന കൊഴിഞ്ഞു പോയിട്ടുമില്ല, നമുക്ക് തഖ്ദീർ ചെയ്യാൻ പറ്റും. ഫഇന്നഹു ലാ യകൂനു ഇസ്മു മസ്തർ, അങ്ങനത്തെ മസ്തറുകളെ ഇസ്മു മസ്തർ എന്ന് വിളിക്കാൻ പറ്റൂല. ബൽ യകൂനു മസ്തർ, അത് മസ്തർ തന്നെ ആയിരിക്കും. ഉദാഹരണം ഖിതാല്, അത്താ പോലെ അല്ല, ഖിതാല് എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. ഫഇന്നഹു മസ്തറു ഖാത്തല, ഖാത്തല എന്നുള്ളതിൻ്റെ മസ്തറായിട്ട് ഖിതാല് എന്ന് പറയാറുണ്ട്, മുഖാത്തലത്ത് പറയാറുണ്ട്, അതേപോലെ ഖിതാലും പറയാറുണ്ട്.
പക്ഷേ വഖദ് ഖലാമിനൽ അലിഫില്ലത്തി ഖബ്ല താഇ ഫിൽ ഫീലി, ഫീലിലുള്ള ഖാത്തലയിൽ എത്ര ലെറ്റർ ഉള്ളത്? ഖാഫ് ഉണ്ട്, അലിഫുണ്ട്, താ ഉണ്ട്, ലാമുണ്ട്. കിതാലിലോ അതിലും അങ്ങനെ തന്നെയാണ്. ഖാഫ് ഉണ്ട്, താ ഉണ്ട്, അലിഫുണ്ട്, ലാമുണ്ട്. പക്ഷേ ഖാഫ് കഴിഞ്ഞിട്ടുള്ള അലിഫ് അവിടെ കാണാനില്ല കിതാലിൽ, ഇല്ലല്ലോ. ഖാഫ് കഴിഞ്ഞിട്ടുള്ള അലിഫ് ഖാത്തല എന്നുള്ളത് എന്നുള്ളത് കിതാലിൽ കാണാനില്ല. ലാക്കിൻ ഖലാമിൻഹ ലഫ്ലൻ, അത് ലഫ്ല നിലക്കേ കൊഴിഞ്ഞു പോയിട്ടുള്ളൂ. മലം യഖ്ലു മിൻഹു തക്ദീറ നിലക്ക് കൊഴിഞ്ഞു പോയിട്ടില്ല. അതെങ്ങനെ തക്ദീറ നിലക്ക് എന്താ കൊഴിഞ്ഞു പോയിട്ടില്ല നിങ്ങൾ പറയുന്നത്? വലിദാലിക, അതിനുള്ള തെളിവായിട്ടാണ് നമ്മൾ പറയുന്നത്. നുത്തിക ഫി ബാദിൽ മവാലി, ചില സന്ദർഭങ്ങളിൽ കിത്താല് എന്നുള്ളിടത്ത് നമ്മൾ കീത്താല് എന്ന് പറയാറുണ്ട്. അതന്നെയാണ് അതിനുള്ള തെളിവ്. തക്ദീറ നിലക്ക് കൊഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറയാൻ കാരണം കിത്താൽ ഇസ്മു മസ്തറല്ല, അത്താ പോലെ തന്നെയല്ലേ കണ്ടാൽ ശരിയാണ്. പക്ഷെ തക്ദീറ നിലക്ക് അത് ഖാലിയല്ല. ഖീത്താൽ എന്ന് പറയാറുണ്ട്, ലറബ എന്ന് പറയാറുണ്ട്. ലിറാബ് എന്ന് കണ്ടാൽ ഇസ്മു മസ്തറാണെന്ന് തോന്നും, പക്ഷെ തക്ദീറ നിലക്ക് ലിറാബാണത്. പിന്നെ അവിടെ സംഭവിച്ചത് ലാക്കിൻ ഇങ്കലബത്ത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഖാത്തല എന്നുള്ളിടത്തുള്ള അലിഫിന് പകരം ഇവിടെ യാ അല്ലേ വന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട്. ഇങ്കലബ, അത് അലിഫ് യാ ആയി മാറിയതാണ്. സംഗതി ഒന്നും കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല എന്നർത്ഥം. എന്താ കാരണം? ലി കസ്രിമാ കബ്ലഹ, ഖാത്തല എന്നുള്ളിടത്ത് അവിടെ എന്തായിരുന്നു? ഖാഫിന് ഫത്ഹായിരുന്നു, അതുകൊണ്ടാണ് അത് ഖാത്തലായത്. ഇവിടെ കീ എന്നാണ്, കസറാണ്, അതുകൊണ്ട് ഇവിടെ യാവും കൊടുത്തു. അതാണല്ലോ. അല്ലാതെ ഇപ്പം എങ്ങനെ പറയാ? ഖിആത്താല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ കീത്താല എന്ന് പറയാണ്. ഓക്കെ. അപ്പോൾ ഇസ്മു മസ്തർ ഖിത്താലും ലിറാബും ഒന്നും ഇസ്മു മസ്തർ അല്ല എന്നാണ് തെളിയിച്ചത്. ഇനി ഇസ്മു മസ്തർ അല്ലാത്ത വേറൊരു സാധനം കൂടിയുണ്ട്. വഹ്തുരിസ ബിഖൗലിഹി ദൂന താവീൽ എന്ന് പറഞ്ഞല്ലോ. ഇസ്മു മസ്തറിൻ്റെ താരീഫ് പറഞ്ഞുകൊടുത്ത് ദൂന താവീൽ എന്ന് കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മിൻ ബഅലി മാ ഫി ഫിഅലിഹി ദൂന താവീൽ. ദൂന താവീലിൻ എന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തുപോയി ഇസ്മു മസ്തർ അല്ലാതായി മാറുന്നു. മിമ്മാ ഖലാ മിൻ ബഅലി മാ ഫി ഫിഅലിഹി ലഫ്ലൻ വ തഖ്ദീറ, ലഫ്ലൻ നിലക്കും തഖ്ദീറ നിലക്കും എന്തോ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വലാക്കിൻ ഉവ്വില അൻഹു ഷൈഉൻ, പകരം ഒന്ന് വന്നിട്ടുണ്ടാവും. ഫഇന്നഹു ലാ യകൂനു ഇസ്മു മസ്തർ. അപ്പോൾ ഇസ്മു മസ്തർ ആണെങ്കിൽ പകരം വരാനും പറ്റൂല. പകരം എന്തെങ്കിലും വന്നാൽ അതും ഇസ്മു മസ്തർ അല്ല, മറിച്ച് ബൽ ഹുവ മസ്തറുൻ. ഉദാഹരണം ഐദത്ത്, വഅദ യഇദു വഅദൻ അല്ലേ വരേണ്ടത്, പക്ഷേ ഐദത്ത് എന്നാണ് വന്നത്. അപ്പോൾ വാവ് പോയി, പക്ഷെ പകരം താ വന്നു, ഐദത്ത് വന്നു, അതുകൊണ്ട് അത് മസ്തറാണ്. ഫഇന്നഹു മസ്തറു വഅദ യഇദു വഅദൻ എന്ന് പറയുന്ന പോലെ തന്നെ വഅദ യഇദു ഐദത്തൻ എന്നും പറയും. വഖദ് ഖലാ മിനൽ വാവില്ലത്തി ഫി ഫിഅലിഹി, അതിൻ്റെ ഫീലിലുണ്ടായിരുന്ന വാവ് മസ്തറിലേക്ക് വന്നപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ലഫ്ല നിലക്കും കൊഴിഞ്ഞു പോയി, തക്ദീറ നിലക്കും കൊഴിഞ്ഞു പോയി. കാരണം അവിടെ ഇനി വേറെ ഒരിക്കലും തക്ദീർ ചെയ്യാൻ പറ്റൂല ഒരു നിലക്കും. പക്ഷേ പകരം ഉവ്വില അൻഹത്താ താ പകരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മസ്തറല്ല, അത് ഇസ്മു മസ്തറല്ല, മസ്തറാണ്. അപ്പോൾ ഇസ്മു മസ്തറിനെ കുറിച്ചുള്ള ഏകദേശം ധാരണയായല്ലോ. ഇനി പറയാണ് ഈ ഇസ്മു മസ്തർ അമൽ ചെയ്യും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി. വസഅമ ഇബ്നുൽ മുസന്നിഫി, നമ്മുടെ മുസന്നിഫായ ഇബ്നു മാലിക്കിൻ്റെ മകൻ പറയുന്നത് അത്താ മസ്തറാണെന്നാണ്, അത്താ ഇസ്മു മസ്തർ അല്ല എന്നാണ്. കാരണം എന്താ? അപ്പോൾ അതിനൊരു സാധനം കളഞ്ഞു പോയില്ലേ, അത്വ എന്നുള്ളതിൽ ഹംസ് കളഞ്ഞു പോയില്ലേ. അതെവിടെ? അത് കളഞ്ഞു പോയെങ്കിലും വന്ന ഹംസത്ത് ഹുദിഫത്ത് തഖ്ഫീഫ, അത് തഖ്ഫീഫിന് വേണ്ടി കളഞ്ഞതാണെന്നാണ് മൂപ്പര് പറയുന്നത്. ശരിക്കും എന്താ അത്താ എന്നുള്ളത് അത്താ എന്നാണ്, അത്താ എന്നാണ് മൂപ്പര് പറയും പോലെ. ഇത് തെറ്റായ അഭിപ്രായമാണെന്നാണ് പൊതുവെ ആളുകൾ നഹ്വിയങ്ങൾ പറയുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് അത്താ എന്നാണ്, പിന്നെ തഖ്ഫീഫിന് വേണ്ടിയിട്ട് അത്താ എന്ന് പറഞ്ഞതാണ് എന്ന്. വഹുവ ഖിലാഫു മാ സറഹ ബിഹി ഗൈറു മിന നഹ്വീന, മറ്റു ഗ്രാമറിയൻസ് പറയുന്നത് ഇത് തെറ്റാണ്, ഇത് അവർ പറയുന്നതിന് നേർ വിരുദ്ധമാണ് ഇബ്നുൽ മുസന്നിഫിൻ്റെ അഭിപ്രായം. സംഗതികളൊക്കെ കിട്ടിയല്ലോ, ഇസ്മു മസ്തറിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം കിട്ടിയല്ലോ. ഇനി പറയാം ഇസ്മു മസ്തർ അമൽ ചെയ്യുമോ? ചിലപ്പോഴൊക്കെ അമൽ ചെയ്യും. അമൽ ചെയ്തതിൻ്റെ ഉദാഹരണം വമിൻ മാലി ഇസ്മിൽ മസ്തരി, ഇസ്മുൽ മസ്തർ അമൽ ചെയ്തതിൻ്റെ ഉദാഹരണം ഖൗലുഹു അകുഫറൻ ബഅദ റദ്ദിൽ മൗതി അന്നി വബഅദ അതാഇകൽ മിഅത റതഅ. ഒരാളോട് നല്ല ഗുണകാംക്ഷയോടെ നല്ല നന്ദി പ്രകടനത്തോടെ സംസാരിക്കുകയാണ്. അകുഫറൻ, നിങ്ങളെ ഞാൻ നിഷേധിക്കേ, നിങ്ങളൊക്കെ എനിക്ക് എതിർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അകുഫറൻ ബഅദ റദ്ദിൽ മൗതി അന്നി, മരണം എൻ്റെ മുമ്പിൽ എങ്ങനെ നിവർന്ന് നിന്നപ്പോൾ ആ മരണത്തെ തട്ടിമാറ്റിയ നിങ്ങളെ എങ്ങനെയാണ് ഞാൻ നിഷേധിക്കുക? പിന്നെയോ വബഅദ അതാഇകൽ മിഅത റതഅ, നല്ല റാത്തിയാണ് മേഞ്ഞ് നടക്കുന്ന നല്ല 100ഓളം കുതിരകളെ എനിക്ക് നിങ്ങൾ തന്നതിന് ശേഷം, ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി തന്നതിനു ശേഷം, അതാഇകൽ മിഅത 100 കുതിരകളെ നിങ്ങൾ തന്നതിന്, അവിടെ മിഅത്ത എന്നുള്ളതിന് നസ്ബ് കിട്ടിയത് അത്ത എന്ന ഇസ്മു മസ്തർ വഴിയാണ്. ഫൽ മിഅത മൻസൂബും ബി അതാഇക, മിഅത്ത് എന്നുള്ളതിന് നസ്ബ് കിട്ടിയത് അതാ കൊണ്ടാണ്.
അതുപോലെ തന്നെ വമിൻഹു ഹദീസുൽ മുവത്തയിലുള്ള ഒരു ഹദീസ് ഉണ്ട്, മിൻ ഖുബിലത്തി റജുലി ഇംറഅതഹുൽ വുളൂഉ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മിൻ ഖുബിലത്തി റജുലി തഖബ്ബല ഖബ്ബല ചുംബിക്ക, തഖബ്ബല കേട്ടോ, ഖബ്ബല ചുംബിക്ക, തഖ്ബീൽ എന്നാണ് അതിൻ്റെ മസ്തർ. പക്ഷെ ഖുബിലത്ത് എന്നുള്ള ഇസ്മു മസ്തറാണ്. വമിൻ ഖുബിലത്തി റജുലി ഇംറഅതഹു, ഒരു ആണ് പെണ്ണിനെ ചുംബിച്ചാൽ അൽ വുളൂ, പിന്നീട് വുളൂ എടുക്കണം. അപ്പോൾ വുളൂ ഉണ്ടെങ്കിൽ വുളൂ മുറിഞ്ഞു അടുത്ത വുളൂ എടുക്കണം. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മസ്അലിയായ ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല. വിഷയം ഇതാണ്, ഖുബിലത്ത് എന്ന ഇസ്മു മസ്തർ അതിൻ്റെ ശേഷമുള്ള ഇംറഅത്ത് എന്നുള്ളതിന് നസ്ബ് ചെയ്തു. അതേപോലെ മറ്റൊരു ഉദാഹരണം, ഇദാ സഹ ഔനുൽ ഖാലിഖിൽ മർഅ ലം യജിദ് അസീറൻ മിനൽ ആമാലി ഇല്ലാ മുയസ്സറ. ഒരു ഫിലോസഫി പറയുകയാണ്, അള്ളാഹു ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ആഗ്രഹം എന്നൊന്നില്ല. അള്ളാഹു കൂടെയുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ എന്ത് ഡിഫിക്കൽട്ടും വളരെ ഈസി ആയിരിക്കും. ഇദാ സഹ ഔനുൽ ഖാലിഖി, പടച്ചവൻ്റെ സഹായം ഉണ്ടെങ്കിൽ, അൽ മർഅ ഒരു മനുഷ്യന്, ലം യജിദ് അസീറൻ മിനൽ ആമാലി, അവന് ആഗ്രഹങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ഒന്നും ഉണ്ടാവില്ല, ഇല്ല മുയസ്സറ, അത് എളുപ്പമാക്കപ്പെടാതെ ഉണ്ടാവില്ല എന്നാണ്. ഔന് ഇസ്മു മസ്തറാണ്. ഔന് അൽ മർഅ എന്നുള്ളതിന് നസ്ബ് ചെയ്തു. ഔന് മസ്തറാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ആന എന്നുള്ളതിൻ്റെ മസ്തറാണ് ആനത്ത്, അല്ലാതെ ആന എന്ന് പറഞ്ഞിട്ടൊരു ഫീലില്ല. ഓക്കെ, അതേപോലെ മറ്റൊന്ന് അടുത്തതും ഒരു ഫിലോസഫിയാണ്, ബിഇശ്റതികൽ കിറാമതു അദ്ദു മിൻഹും ഫലാ തുറയൻ ലിഗൈരിഹിം അലൂഫ. നിങ്ങൾ നല്ല ആളുകളോട് കൂടുക. നല്ല ആളുകളോട് കൂടിയാൽ തന്നെ നിങ്ങൾ അതിൽ പെട്ട ഒരാളായി മാറി. അതിനുശേഷം പിന്നെ ചീത്ത ആളുകളോട് ചേരരുത്. ബിഇശ്റതികൽ കിറാമ, നല്ല ആളുകളുമായി ചേരുന്നതോടെ തുഅദ്ദു മിൻഹും, ആളുകളിൽപ്പെട്ടവരായി ആൾക്കാർ നിന്നെ എണ്ണും. നല്ല ടീമിൽ കൂടിയ പിന്നെ ആൾക്കാരെ നിങ്ങൾ നല്ല ആളായിട്ടാണ് എണ്ണുക. പിന്നെ എന്ത് ചെയ്യണം? അത് നിലനിർത്തണമെങ്കിൽ കൺസിസ്റ്റൻസിയാണ് പ്രധാനം. അത് നിലനിർത്തണമെങ്കിൽ മറ്റാൾക്കാരെ കൂടരുത്. ഫലാ തുറയൻ, നിങ്ങൾ കാണപ്പെടരുത്, ലിഗൈരിഹിം മറ്റുള്ളവരോട് അലൂഫ ചേരുന്നവരായി കാണപ്പെടരുത്. അതും കൂടി ഒരു നിബന്ധനയാണ്. ഓക്കെ, അവിടെ ഇശ്റത്തിക്കൽ കിറാമ, ഇശ്റത്ത് എന്ന് പറയുന്ന ഇസ്മു മസ്തർ കിറാമിനെ നസ്ബ് ചെയ്തു. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളായി, എന്നിട്ടും പറയാണ് ഷാരിഹ് വയമാലു ഇസ്മിൽ മസ്തരി ഖലീൽ. പക്ഷേ ഇസ്മുൽ മസ്തർ അങ്ങനെ അമൽ ചെയ്യുന്നത് വളരെ കുറവാണ്. കുറവായതിൻ്റെ ഉദാഹരണമാണ് വമനിദ്ദാൽ ഇജ്മാ അല ജവാസി അമാലിഹി ഫഖദ് വഹിമ. അപ്പോൾ ഇത് അമൽ ചെയ്യുന്നത് ജായിസാണ് എന്ന് ഇജ്മാ ആയിട്ട് പറഞ്ഞ ആളുകൾ അവർ തെറ്റിദ്ധരിച്ചതാണ്. ഫഖദ് വഹിമ ഫഇന്നൽ ഖിലാഫ ഫീ ദാലിക മഷ്ഹൂറുൻ. കാരണം ഇതിൽ ഖിലാഫുണ്ട്, ഒരുപാട് ഖിലാഫുണ്ട്. ആ ഖിലാഫും പ്രസിദ്ധമാണ്. വഖാല സൈമരി പറയുന്ന, അപ്പോൾ ഖിലാഫുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇമാൽ മസ്തർ കൂടുതൽ ചെയ്യുമോ കുറവ് ചെയ്യുമോ? സൈമരി പറയുന്നത് വളരെ കുറവായിട്ടേ ചെയ്യുള്ളൂ. കുറവെന്ന് മാത്രമല്ല, ഷാദാണ്. അത് അമൽ ചെയ്യുന്നത് വളരെ ഷാദാണ്, കുറവെന്നും കൂടിയല്ല, ഷാദാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പാടിയൊരു ബെയ്ത്താണ്, അക്കുഫറൻ ബഅദ റദ്ദിൽ മൗത്തി അന്നി, വളരെ ഷാദായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ആ ബെയ്ത്ത് സ്വൈമരി ചൊല്ലിയത്. ഇനി അതിലൊരു അഭിപ്രായം കൂടി, വഖാല ദിയാഉദ്ദീൻ ബിനുൽ ഇൽജ് ഫിൽ ബസീത്ത്. അദ്ദേഹം പറയുന്നത് വലാ യബഉദു അന്ന, അദ്ദേഹം പറയുന്നത് വളരെ ന്യായമായൊരു കാര്യമാണ്. ഈ ഇസ്മു മസ്തറിന് ഫെയിലിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കാൻ പറ്റൂലേ? പിന്നെ ഇപ്പം എന്തിനാ അത് കുറവാണോ കൂടുതലാണോ എന്നൊക്കെ പറയുന്നത്? പറ്റും. വലാ യബ്ഉദു അന്ന മാ ഖാമ മുഖാമൽ മസ്തരി, മസ്തറിൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്നതെല്ലാം യഅമലു അമലുഹു, അതിൻ്റെ അമൽ ചെയ്യും. ഇസ്മുൽ മസ്തറിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതല്ലേ? മസ്തറാണെങ്കിൽ ഫീലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതും. അപ്പോൾ ഇസ്മുൽ മസ്തർ എന്ത് ചെയ്യും? ഫീലിൻ്റെ സ്ഥാനത്ത് നിൽക്കും. എങ്ങനെ? ഫീലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് മസ്തർ, മസ്തറിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇസ്മുൽ മസ്തർ. അപ്പോൾ ഫീലിൻ്റെ സ്ഥാനത്ത് മസ്തർ നിൽക്കുന്ന പോലെ തന്നെ ഫീലിൻ്റെ സ്ഥാനത്ത് ഇസ്മുൽ മസ്തറും നിൽക്കും. വനുഖില അൻ ബാലിഹിം, എന്നാൽ ചില ആളുകൾ പറയുന്നത് അന്നഹു, ഈ ലിയാഉദ്ദീൻ ബിനുൽ ഇൽജ് അജാസാലിക, ഇങ്ങനെ ഇത് ജായിസാക്കിയത്, അഥവാ ഇമാൽ മസ്തർ അമൽ ചെയ്യും, ഇസ്മുൽ മസ്തർ അമൽ ചെയ്യും എന്നുള്ളതിനെ ജായിസാക്കിയത് ഖിയാസൻ നിലക്കാണ്, അല്ലാതെ സമാ നിലക്കല്ല. എവിടെയെങ്കിലും കേട്ടിട്ടല്ല, എല്ലാത്തിനും ഖിയാസായിട്ട് തന്നെയാണ് അവർ പറയുന്നത് എന്നർത്ഥം. നമ്മൾ പറഞ്ഞത് ഇസ്മുൽ മസ്തറിൻ്റെ അമലിനെ കുറിച്ച് മാത്രമാണ് വിശദമായിട്ട് പഠിക്കുക, നോട്ട് എഴുതുകയും ചെയ്യുക. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.